പത്തനംതിട്ട ജില്ലയുടെ സമഗ്ര വികസനത്തിന് പ്രവാസികളുടെ സഹകരണത്തോടെ വിപുലമായ മാർഗരേഖ പ്രഖ്യാപിച്ച തിരുവല്ലയിലെ മൈഗ്രേഷൻ കോൺക്ലേവ് സമാപന ദിനത്തിലെ ചർച്ച സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ തൊഴിലിനായി രജിസ്റ്റർ ചെയ്ത 48,686 പേർക്കും യോഗ്യതയ്ക്കനുസരിച്ച് ജോലി ലഭ്യമാക്കാനുള്ള നടപടികൾക്ക് കോൺക്ലേവിൽ രൂപരേഖയായി. ഉചിതമായ സ്കിൽ പരിശീലനം നൽകി വിദേശത്തോ വീടിനോട് ചേർന്ന് തന്നെയോ ജോലി ലഭ്യമാക്കും. പ്രവാസികളുടെ സഹകരണത്തോടെ വിദേശത്തുള്ള ജോലി ഒഴിവുകൾ കണ്ടെത്തും. ജില്ലയിൽ 5000 പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കും. ഇതിൽ 1000 എണ്ണം പുതിയ സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കിയാകും. ഈ ജില്ലയെ സമ്പൂർണ്ണ വയോജന സൗഹൃദ ജില്ലയാക്കും. അതിനെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തും, പ്രത്യേകിച്ച് പ്രവാസി വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതിനൊക്കെയുള്ളൊരു അന്തരീക്ഷ സൃഷ്ടിക്ക് സമ്പൂർണ്ണ ഡിജിറ്റൽ കേരള പദ്ധതി ഇവിടെ ഒന്നാമതായിട്ട് നടപ്പാക്കും. ആദ്യം തീർക്കാൻ പോണത് പത്തനംതിട്ട ജില്ലയിലായിരിക്കും. സമ്പൂർണ്ണ സാക്ഷരത പോലെ സമയബന്ധിതമായിട്ട് ജില്ലയിലെ മുഴുവൻ ആളുകളെയും ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി ആവിഷ്കരിക്കും. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള അന്തരീക്ഷം ജില്ലയിൽ സൃഷ്ടിക്കും എന്നാണ് ഈ മൈഗ്രന്റ് കോൺക്ലേവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത, ഡിജിറ്റൽ നെറ്റ്വർക്ക്, വിദ്യാലയങ്ങളിലെ ഇന്നൊവേഷൻ ക്ലബ്ബുകൾ എന്നിവയിലൂടെ സാങ്കേതിക വിദ്യ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. ലോകത്തെമ്പാടുമുള്ള മലയാളികളായ അക്കാദമിക വിദഗ്ധരുടെ പൂർണ്ണ പിന്തുണയോടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണനിലവാരം ഉയർത്തും. ഇതിന് സന്നദ്ധരായ മുഴുവൻ ആളുകളെയും ഒരു പ്ലാറ്റ്ഫോമിൽ ഏകോപിപ്പിക്കും. പത്തനംതിട്ട ജില്ലയെ സമ്പൂർണ്ണ വയോജന സൗഹൃദ ജില്ലയാക്കി മാറ്റാനും പദ്ധതിയുണ്ട്. AI ഉൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇതിനായി ഉപയോഗിക്കും. പ്രവാസി കുടുംബങ്ങളിലെ വയോജനങ്ങൾക്ക് പാലിയേറ്റീവ് പരിചരണം ഉറപ്പാക്കും. കലക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങുന്ന മോണിറ്ററിംഗ് സമിതിയുടെ മേൽനോട്ടത്തിൽ സന്നദ്ധ സേവനത്തിന് പ്രൊഫഷണലുകൾ ഉൾപ്പെട്ട ജില്ലാതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് രൂപീകരിച്ചായിരിക്കും പദ്ധതി ഏകോപിപ്പിക്കുക. പ്രവാസികളുടെ സഹകരണത്തോടെ അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പത്തനംതിട്ട ജില്ലയുടെ സമഗ്ര വികസനത്തിനുള്ള രൂപരേഖ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിന്റെ നടത്തിപ്പാണ്. അതും പൂർണ്ണമായി വിജയിപ്പിക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് സംഘാടകർക്കുള്ളത്. തിരുവല്ലയിൽ നിന്നും അഖിലേഷ് കൊടുമണ്ണിനൊപ്പം നിഖിൽ മലപ്പട്ടം, കൈരളി ന്യൂസ്.